ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വിളക്കിൻ്റെ മുൻപിൽ നിന്ന് ഞാനീ പറയുന്ന രീതിയിൽ ഒരു കാലടി ഈ പറയുന്ന രീതിയിൽ പുറകോട്ട് വെച്ച് ഈ പറയുന്ന ഒരു മന്ത്രം ഉരുവിട്ടാൽ ദാരിദ്ര്യം അതോടുകൂടി തീർന്നു. അപ്പോൾ ആ മന്ത്രം പറയുന്നുണ്ട് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് എങ്ങനെയാണ് അല്പം പുറകോട്ട് ഒരു കാലടി. അപ്പോൾ അത് എങ്ങനെയാണ് പുറകോട്ട് വെക്കേണ്ടത്, ആ മുഴുവൻ രഹസ്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഒരു വരി ഉരുവിട്ടാൽ നിങ്ങളുടെ കഷ്ടകാലങ്ങൾ അതോടുകൂടി തീരും, ദാരിദ്ര്യങ്ങൾ മാറിത്തുടങ്ങും, കഷ്ടകാലങ്ങൾ തീരാൻ തുടങ്ങും. ആ നിമിഷം മുതൽ ആ ദൈവാധീനം ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങും. അത്ഭുതകരമായ ഒരു വിദ്യയാണ് ഇത്. വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഇത് ആരും, ഞാനല്ലാതെ ഇത് വേറെ ആരും ഇതുവരെ പറഞ്ഞു തരാത്ത കാര്യമാണ് ഈ ഒരു കാര്യം. ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത നിരവധി ആളുകൾക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ ഞാൻ കൂടുതലും ഞാൻ ക്രിയായോഗം ചെയ്യുന്നതാണ്, ശിവവിദ്യ ചെയ്യുന്നതാണ്. എൻ്റെ സഞ്ചാരവും എൻ്റെ സഹവർത്തിത്വവും എല്ലാം ആ രീതിയിലുള്ള ആളുകളുമായിട്ടാണ്. അപ്പോൾ ഋഷീശ്വര തുല്യമാരായ ആളുകളെ അല്ലെങ്കിൽ അവരുടെ ഗുരുകൃപ കൊണ്ട് ഒക്കെ കിട്ടുന്ന ചില കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണിത്. വേറെ ആരും വേറെ എങ്ങൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞത്. ഇതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തിരിക്കണം. അതോടെ ദാരിദ്ര്യം മാറി. വിശുദ്ധമായിട്ട് പറയുന്നുണ്ട്. ദയവായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരു കാലടി പുറകോട്ട് എങ്ങനെ നിൽക്കണം, അത് എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത്, ഒരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. ഓട്ടുവിളക്ക് എന്തിനാണ് കത്തിക്കുന്നത്, ഇത് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ദയവായിട്ട് നിങ്ങളിത് കേൾക്കണമെന്ന് പറഞ്ഞ മുഴുവനും. ഇതിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചിലപ്പോൾ അധികം ആളുകൾ കണ്ടെന്നിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളിത് ഒന്നുകിൽ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്, ഓട്ടുവിളക്ക് തന്നെ എന്തിനാണ് കത്തിക്കുന്നത്. അത് മനസ്സിലായാൽ അവർക്കും അവരുടെ കുടുംബത്തിൽ മാറ്റം വരും, അവരുടെ ജീവിതത്തിൽ മാറ്റം വരും. മൊത്തത്തിൽ വലിയ ഐശ്വര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായി വരും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളിതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറയുമ്പം ചിലപ്പോൾ ആദ്യം ആളുകൾ കണ്ടെന്ന് വരത്തില്ല. ചുമ്മാ കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പം ആളുകൾ കണ്ടെന്ന് വരും. അതിപ്പോൾ ആരുടെയും കുറ്റം അല്ല, അതങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഒരു പോക്ക്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണണം ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഇനി ഇതുപോലെ ചിലപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്നിരിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൈരേഖ, അതായത് ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാ ജ്യോതിഷം, ഇത് മൂന്നുമാണ് നോക്കുന്നത്. നോക്കിയിട്ട് ഒരാൾക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട വഴിപാടുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ അത് ലഘുവായ വഴിപാടുകൾ, പിന്നെ സ്വയം ചെയ്യാവുന്ന മന്ത്രങ്ങൾ, ചൊല്ലേണ്ട സമയം, ചൊല്ലേണ്ട രീതി, ആരും പറഞ്ഞു തരാത്ത ശരനൂൽ വിദ്യകൾ, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവരിത്തിങ്, അങ്ങനെ ചില ഒരിക്കലും ഒരിടത്തുനിന്നും കിട്ടാത്ത ചില രഹസ്യവിദ്യകൾ, നല്ല കാര്യങ്ങൾ, ശരനൂൽ വിദ്യകൾ, അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ സമയമെടുത്തായിരിക്കും പറയുന്നത്. എനിക്ക് എൻ്റേതായ രീതിയുണ്ട് നോക്കാൻ, പെട്ടെന്ന് നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഇടുക, ഫ്രീയാകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ മെസ്സേജും നോക്കാനൊന്നും പറ്റത്തില്ല. കാണുന്ന മെസ്സേജ് ചിലപ്പോൾ റിപ്ലൈ തരും. നിങ്ങളുടെ കണ്ടില്ലേ നിങ്ങൾ വീണ്ടും വിടുക. അപ്പോൾ അങ്ങനെയാണ് പറ്റുന്നത് ചെയ്തു തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഇത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക. ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ ഫ്രീ ആകാറേ ഇല്ല. അതെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നോക്കുന്നവർ തന്നെ അവരുടെ കെയർ ഓഫിലും എല്ലാം അത് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് സാഹചര്യം. അപ്പോൾ സാഹചര്യം പറയുന്നേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളിത് മുഴുവൻ കേൾക്കണം കേട്ടോ. നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ, നിങ്ങൾ സനാതനധർമ്മം ആചരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആരാണേലും
നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഈ പറയുന്ന കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. ആ മന്ത്രം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. അപ്പോൾ ആ മന്ത്രം പറഞ്ഞു തരുന്നതോടൊപ്പം ഈ ഓട്ട് വിളക്ക് എന്തിനാണ് വീട്ടിൽ കത്തിക്കുന്നത്, അതുപോലെ ഈ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ നിന്നും നിങ്ങളുടെ കാലിൻ്റെ ഒരു കാലടി, അതായത് ഇടതുകാല് ഒന്ന് വെച്ച് ആ ഒരു കാലടി പുറകോട്ട്, ഒരു കാലടി വിളക്കിൻ്റെ അവിടെ നിന്ന് പുറകോട്ട് മാറി, അത് ഇടതുകാല് വെച്ച് മാറിയാൽ മതി. അങ്ങനെ നിന്നിട്ട് ഈ മന്ത്രം ജപിക്കണം. അപ്പോൾ അതിൻ്റെ പുറകെയുള്ള രഹസ്യം കൂടെ കേട്ടിട്ടേ അത് ചെയ്യാവുള്ളൂ. ഞാനല്ല ആര് ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് മുഴുവൻ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. എന്നാലേ പ്രയോജനം കിട്ടത്തുള്ളൂ. ചുമ്മാ അറ്റവും മൂലം കേട്ടുകൊണ്ടൊന്നും ചെയ്യാൻ പോകരുത്. കാരണം ശരിയായിട്ട് ചെയ്താൽ അത് മതി ജീവിതത്തിലെല്ലാം ലഭിക്കാൻ. അപ്പം മന്ത്രം ഇതാണ്: ഓം സർവ ദേവാത്മകായ നമ. ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കുക. അപ്പോൾ ഇതുവരെ പറയാത്ത കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരു കാലടി പുറകോട്ട് മാറേണ്ടത്? അപ്പോൾ ഒരു കാലടി ഇടതുകാല് വെച്ച് പുറകോട്ട് മാറണം. അതെന്തുകൊണ്ടാണ്? എന്നിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. ഈ മന്ത്രം 1 മിനിറ്റെങ്കിലും ജപിക്കണം. അത് വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് സമയമില്ലേ 3 തവണ ജപിച്ചാലും മതി. സമയം ഉണ്ടെങ്കിൽ 1 മിനിറ്റ് ജപിക്കുക. രാവിലെയും വൈകിട്ട് ഓരോ മിനിറ്റ് ജപിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. സർവ്വദേവതകളുടെയും പ്രീതി ഉണ്ടാകും, ഈശ്വരാധീനം ഉണ്ടായി വരും. നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് മുതൽ നിങ്ങളുടെ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ എല്ലാം മാറാൻ തുടങ്ങും. അത്ഭുതകരമായ ഒരു മന്ത്രമാണ്. ഈശ്വരാധീനം ഉണ്ടാകുന്ന, ജീവിതം മാറ്റുന്ന, സർവ്വദേവതാ പ്രീതി ഉണ്ടാകുന്ന, സർവ്വ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ്. അത്ഭുതകരമായ ശക്തിയുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വിളക്കിൻ്റെ മുന്നിൽ ഒരു കാലടി പുറകോട്ട് മാറുന്നതിൻ്റെ കാര്യം? അപ്പോൾ ഞാൻ ആ കാര്യം പറയുമ്പോഴത്തേന് എന്തുകൊണ്ടാണ് ഓട്ടുവിളക്ക് വീട്ടിൽ തെളിയിക്കേണ്ടത് എന്ന് പറയണം. ഓട്ടുവിളക്ക് നമുക്കെന്നാൽ എന്തുകൊണ്ട് ഓട്ടുവിളക്ക് വീട്ടിൽ തെളിയിക്കുന്നു അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ, അറിവുകളൊക്കെയാണ്. അല്ലെങ്കിൽ ആ ഈശ്വരാധീനം കൊണ്ട് എനിക്ക് കിട്ടിയ അറിവുകളാണ് പറഞ്ഞു തരുന്നത്. അതായത് കേരളത്തിലെ മണ്ണിൽ ലോഹാംശം വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പം അത് ആ ലോഹത്തിൻ്റെ അംശം കുറവുള്ളത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ പ്രകൃതിയെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഈ ചെറുപ്പത്തിൽ പഞ്ചലോഹങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. പഞ്ചലോഹങ്ങൾ വീട്ടിൽ സ്ഥാപിക്കുക, ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പഞ്ചലോഹങ്ങൾ സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഈയം, ഇങ്ങനെ വരുന്ന ഈ പഞ്ചലോഹം വീട്ടിൽ സ്ഥാപിക്കുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ല. അതാണ് ഈ പഞ്ചലോഹങ്ങൾ ഈ നമ്മുടെ ശരീരത്തിന്, അതായത് നമ്മുടെ പ്രാണശരീരത്തിന് ചുറ്റും ഉള്ള പ്രാണോർജം, ശരീരത്തിൻ്റെ ആ പ്രാണോർജം ബലപ്പെടുത്തുകയും ശരീരത്തിൻ്റെ ലോഹാംശത്തെ ബലപ്പെടുത്താനും ഈ പഞ്ചലോഹങ്ങൾക്ക് ഒരു കഴിവുണ്ട്. അപ്പോൾ അതിൽ പഞ്ചലോഹങ്ങളിൽ സ്വർണം നമ്മൾ ധരിക്കാറുണ്ട്. സ്വർണം ധരിക്കുന്നതിൻ്റെ ഒരു കാര്യവും ഭംഗി മാത്രമല്ല, ഈ ഒരു കാര്യമുണ്ട്. പക്ഷെ ചെമ്പ്, ഈയം തുടങ്ങിയ ലോഹങ്ങളുടെ ആ ഒരു ലോഹാംശങ്ങൾ പലപ്പോഴും അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ ചെമ്പും ഈയവും ചേർന്ന ഓട് എന്ന ഇതിൻ്റെ സംയുക്ത മിശ്രിതമായ ഓട്ടുവിളക്കിൽ നമ്മൾ എള്ളെണ്ണ ഉപയോഗിക്കട്ടെ കേട്ടോ. എള്ളെണ്ണ കൂടെ ഒഴിച്ച് കത്തിക്കുമ്പോൾ ആ എള്ളെണ്ണയിലെ ഇരുമ്പിൻ്റെ ശക്തിയും ഓട്ടുവിളക്കിലെ ആ ലോഹാംശവും ചേർന്ന് ആ ഒരു ഊർജം നമ്മളുടെ ആ വിളക്കിന് ചുറ്റും പ്രസരിക്കും. ആ ഒരു ഊർജം വിളക്കിന് ചുറ്റും പ്രസരിക്കുമ്പോൾ, അതായത് ഓട്ടുവിളക്കിലെ ലോഹാംശത്തിൻ്റെ ആ ഒരു ശക്തിയും എള്ളെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ എള്ളെണ്ണയിലെ ആ ഒരു ഇരുമ്പിൻ്റെ ശക്തിയും ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു ഊർജം നമ്മുടെ ആ വിളക്ക് കത്തിക്കുന്നതിന് ചുറ്റും പ്രസരിക്കും. അപ്പോൾ അങ്ങനെ അത് അന്തരീക്ഷത്തിലും പരക്കും, നമ്മുടെ ശരീരത്തിലും ആ പ്രാണോർജം പ്രസരിക്കും. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തെയും ഒക്കെ ബലപ്പെടുത്തുകയും പിന്നെ ആ അന്തരീക്ഷത്തിന് ചുറ്റുമുള്ള അണുക്കളെ നശിപ്പിക്കുകയും ദുഷ്ടമൂർത്തികളെ ഒക്കെ, അല്ല നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഒക്കെ ഇല്ലാതാക്കുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന, ഓട്ടുവിളക്ക് കത്തിക്കുന്ന അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുകൊണ്ടാണ് ഓട്ടുവിളക്ക് തന്നെ കത്തിക്കണമെന്ന് പറയുന്നത്. എള്ളെണ്ണ തന്നെ ഉപയോഗിച്ച് കത്തിക്കണം. ഇനിയും നിങ്ങൾ തന്നെ നിങ്ങളുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നോക്കുക. ഒരു തിരി കത്തിക്കുമ്പോഴായിരിക്കുമോ, 2 തിരി കത്തിക്കുമ്പോഴായിരിക്കുമോ, 5 തിരി കത്തിക്കുമ്പോഴായിരിക്കുമോ കൂടുതൽ ഈ പ്രാണോർജം, ഈ ലോഹാംശമുള്ള ഇരുമ്പിൻ്റെ ശക്തിയുള്ള ഈ ഓട്ടുവിളക്കിൽ എള്ളെണ്ണ ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ പ്രസരിക്കുന്നത്, കൂടുതൽ പ്രാണോർജം പ്രസരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജം പ്രസരിക്കുന്നത് ഒരു തിരി കത്തിക്കുമ്പോഴായിരിക്കുമോ, 2 തിരി കത്തിക്കുമ്പോഴായിരിക്കുമോ, 5 തിരി കത്തിക്കുമ്പോഴായിരിക്കുമോ? സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നോക്കുക. 5 തിരി കത്തിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും 5 തിരി കത്തിക്കണം, 5 തിരി കത്തിക്കണം, 5 തിരി കത്തിക്കണം എന്ന് പറയുന്ന കാര്യം. അല്ലാതെ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐശ്വര്യം, അപ്പോൾ കൂടുതൽ പ്രാണോർജ്ജം അല്ലെങ്കിൽ കൂടുതൽ ഊർജം ആ ലോഹ ഓട്ടുവിളക്കിലെ ലോഹ ശക്തിയുടെയും എള്ളെണ്ണയിലെ ഇരുമ്പിൻ്റെ ശക്തിയുടെയും കൂടെ ചേർന്ന് വരുന്ന ആ പ്രാണോർജം, ആ ഊർജം കൂടുതൽ പ്രസരിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രാണശരീരത്തെ കൂടുതൽ ഊർജ്ജവത്താക്കി തീർക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ, വിളക്കിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ, ആ വീട്ടിലെ അന്തരീക്ഷത്തെ കൂടുതൽ ആരോഗ്യപ്രദമാക്കുകയും അണുനാശിനിയാക്കി തീർക്കുകയും നെഗറ്റീവായിട്ടുള്ള എനർജികളെ ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് 5 തിരി തന്നെ ഇട്ട് കത്തിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നേരം കത്തിക്കുമ്പോഴാണോ 2 നേരം കത്തിക്കുമ്പോഴാണോ കൂടുതൽ മാറ്റം വരുന്നത്? കൂടുതൽ ഊർജ്ജം പ്രസരിക്കുമ്പം 2 നേരം കത്തിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം പ്രസരിക്കും. അതുകൊണ്ടാണ് രാവിലെ വൈകിട്ടും കത്തിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ആണ് ഓട്ടുവിളക്ക് കത്തിക്കുന്നതിൻ്റെ, ഈ 5 തിരിയിട്ട് കത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളൊന്നും വീട്ടിൽ വിളക്ക് കത്തിക്കും, രാവിലെ വൈകിട്ടും കത്തിക്കും, നിങ്ങൾ 5 തിരിയാനായിട്ട് കത്തിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സനാതന ധർമ്മം പിന്തുടരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അറിയണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അത് ഇത്രയും വിശദമായിട്ട്, ഇത്രയും വലിയൊരു കാര്യമായതുകൊണ്ട്, ഇത്രയും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോണം, ഈ വീഡിയോ ഒന്നും ഏറ്റവും കുറച്ച് ആളുകളായിരിക്കും കാണുന്നത്. കാരണം ഇത്ര നല്ലൊരു കാര്യമായതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ആയിപ്പോകുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാത്തതിൻ്റെ കാര്യം, അറിയേണ്ട കാര്യങ്ങൾ ഒരിക്കലും അറിയാറില്ല. അപ്പോൾ അത് എന്തുവായിക്കൊള്ളട്ടെ, അത് കാണുന്നവർ കാണട്ടെ, അവർക്ക് ഗുണമുണ്ടാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഭാഗം ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ കാണുക കാണാതിരിക്കുക, അതൊക്കെ ഈശ്വരനെ സമർപ്പിച്ചിരിക്കുക. ആവശ്യമുള്ളവർ കാണട്ടെ. അപ്പോൾ ഇത്രയും മനസ്സിലായി. ഇനിയും ഈ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരു കാലടി, നിങ്ങളുടെ കാലിന് ഒരു കാലടി പുറകോട്ട് നിൽക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ ഒരു കാലടി പുറകോട്ട്, അത് ഇടതുകാല് വെച്ച് പുറകോട്ട് നിൽക്കണം. അപ്പോൾ ഓം നമോ നാരായണായ ജപിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാലടി പുറകോട്ട് വെച്ച് നിന്ന ശേഷമാണ് ഓം സർവദേവാത്മകായ നമ എന്ന ഈ മന്ത്രം ജപിക്കേണ്ടത്. അതൊരു 108 തവണ അല്ലെങ്കിൽ 1 മിനിറ്റ് ജപിച്ചാൽ, രാവിലെയും വൈകിട്ടും ജപിച്ചാൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. സർവ്വദേവതാ പ്രീതി ഉണ്ടാകും. ഈശ്വരാധീനം എന്നൊരു കാര്യം ഉണ്ടായി വരും. ഒരു സംശയം വേണ്ട. നിങ്ങൾ എത്ര പാപം ചെയ്ത ആളാണേലും, എത്ര കർമ്മദോഷമുള്ള ആളാണേലും, എത്ര ഒരു അനുഭവദോഷമുള്ള വ്യക്തിയാണേലും, എത്ര പ്രതിസന്ധിയുള്ള വ്യക്തിയാണേലും, എത്ര ദുരിതങ്ങളിൽ കഴിയുന്ന വ്യക്തിയാണേലും ഈശ്വരാധീനം വലിയ രീതിയിൽ ഉണ്ടായി വരും. 5 തിരിയിട്ട എള്ളെണ്ണ ഒഴിച്ച ഓട്ടുവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരു കാലടി പുറകോട്ട് വെച്ച്, ഒരു കാലടി പുറകോട്ട് വെക്കുമ്പോൾ ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് വേണം. പുറകോട്ട് വെച്ച് നിന്ന ശേഷം ഓം സർവദേവാത്മകായ നമ അങ്ങനെ ജപിക്കണം. അത് ആ വിളക്കിൻ്റെ 5 തിരിയെ നോക്കി ജപിക്കണം. അപ്പോഴാണ് നമ്മളുടെ ആജ്ഞയിൽ അതിൻ്റെ ഒരു ചലനം, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് ആജ്ഞയിൽ നമ്മൾ ഇപ്പോൾ ആ 5 തിരിയെ നോക്കുമ്പോൾ തിരിച്ചവിടുന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ആ ആജ്ഞയിൽ ആണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിക്കും, നമ്മുടെ ആ ബോധം കൂടുതൽ കോൺസെൻട്രേറ്റ് ആകും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫലം ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി വിളക്കിൻ്റെ ഒരു കാലടി പുറകോട്ട് വെക്കുന്നതിൻ്റെ കാര്യം. ഇപ്പം വിളക്ക് കത്തിച്ചാൽ തന്നെയും അതിൻ്റെ ആ ഊർജം പ്രസരിക്കുന്നത് അതിൻ്റെ ചുറ്റുമാണ്. ചുവട്ടിലേക്കാട്ടിലും അല്പം ചുറ്റുമായിട്ടായിരിക്കും പ്രസരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഒരു കാലടി പുറകോട്ട് വെച്ച് നിന്ന് ഇങ്ങനെ ചെയ്യുന്ന മന്ത്രം ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും. ഇനി നിങ്ങൾക്ക് വെക്കണ്ടെങ്കിൽ വെക്കണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ആവശ്യമുണ്ടായി ചെയ്യുക, അത് ഏറ്റവും ജീവിതം മാറ്റുന്ന കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്, വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് വിളക്ക് കത്തിക്കണം, എന്തുകൊണ്ട് 5 തിരിയിട്ട് കത്തിക്കണം. കൂടുതൽ ഊർജ്ജം ആ വിളക്കിൽ നിന്ന് വരും. ഒരു തിരിയെക്കാട്ടിയും കൂടുതൽ ഊർജ്ജം വരുന്നത് 5 തിരി ഇടുമ്പോഴാണ്.
അത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. പിന്നെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ആ ചോട്ടിലെക്കാട്ടിലും ചുറ്റുമാണ് ഊർജ്ജം പ്രസരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാലടി പുറകോട്ട് വെച്ച് 1-3 നാരായണായ ജപിച്ച് വെക്കണം. ജപിച്ച് വേണം ഒരു കാലടി പുറകോട്ട് വെക്കണം. ഇടതുകാല് കൊണ്ട് വെക്കണം. അതുകൊണ്ട് തന്നെ ഇടതുകാല് കൊണ്ട് ഒരു കാലടി പുറകോട്ട് മാറാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇടതുകാല് മുന്നോട്ട് വെച്ച് ഒരു കാലടി പുറകോട്ട് മാറാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇടത് കല അല്ലെ ഇടത് കാല ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ വലത് കല ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ടാണ്, അതൊരു രഹസ്യമാണ്. ഇടതുകാലിന് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ഇടത് ഭാഗത്തെ എല്ലാ അവയവങ്ങളെയും റൈറ്റ് ബ്രെയിൻ ആണ് നിയന്ത്രിക്കുന്നത്. അപ്പം വലത് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഭാവന, സജഷൻ ഇതൊക്കെ ഉണ്ടാകുന്നത്. ഈ ഭാവനയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് എൻ്റെ ഗുരുനാഥൻ ക്രിയായോഗ വന്നപ്പോഴാണേലും ചുമ്മാ ക്രിയായോഗ അങ്ങ് പറഞ്ഞു തരുകയല്ല. നീ മനസ്സിൽ ചക്രാസിനെ സങ്കല്പിക്കണം, അത് ഇന്ന രീതിയിൽ സങ്കല്പിച്ച് ഇന്ന രീതിയിൽ അത് ചെയ്യണമെന്ന് ആ സങ്കല്പം, ഭാവന പറഞ്ഞു തരുന്നത് ഭാവനയിലൂടെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഭാവന, അപ്പോൾ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ലെഗ്, അതായത് ഇടത് കാലുകൊണ്ട് ഒരു കാലടി പുറകോട്ട് മാറാൻ പറഞ്ഞതിൻ്റെ രഹസ്യം. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇത് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇത് ദിവസവും രാവിലെ ചെയ്താൽ, ഇത് തന്നെ ചെയ്താൽ പോലും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിളക്ക് കത്തിക്കേണ്ട പ്രാധാന്യം മനസ്സിലായി, വിളക്ക് കത്തിക്കേണ്ട പ്രാധാന്യം മനസ്സിലായി, എന്തുകൊണ്ട് ഒരു കാലടി പുറകോട്ട് വെച്ച് നിൽക്കണമെന്നുള്ള മനസ്സിലായി, എന്തുകൊണ്ട് 5 തിരി ഇടണമെന്ന് മനസ്സിലായി. ഇത്രയും കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി. നിങ്ങളെ ഇനി ആരും ഒന്നും പഠിപ്പിച്ചു തരേണ്ട കാര്യമല്ല, നിങ്ങൾ അങ്ങോട്ട് വേണം പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ഞാൻ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായി എന്തു വേണം, എങ്ങനെ വേണം, എന്തുകൊണ്ട് വേണം കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒരു സംശയം, അതൊക്കെ അനുഭവമാണ്, അനുഭവത്തിലൂടെ അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമാണ്, പരമാർത്ഥമാണ്, സത്യസന്ധമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇനിയും ചിലർ ഈ ചെറിയ വിളക്ക്, ഗണപതി വിളക്കെന്നൊക്കെയാണ് പറയുന്നത്, അങ്ങനെ മേടിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് ഒരു അടിസ്ഥാനം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല എന്നേ പറയുന്നുള്ളൂ. ഞാൻ പറയാറുള്ളത് വിളക്ക് നല്ല സാമാന്യം പൊക്കമുള്ള, എന്ന് വെച്ചാൽ വലിയ പൊക്കമല്ല, സാമാന്യം തീരെ ചെറുതല്ല, സാമാന്യം പൊക്കമുള്ള, എന്ന് വെച്ചാൽ തീരെ ചെറുതല്ല, സാമാന്യം പൊക്കമുള്ള ഒരു നല്ല വിളക്ക് വെച്ച് കത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത്, എൻ്റെ ഒരു അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൺമതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണിനൊരു കാര്യം, നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മുടെ കണ്ണിനത് ഒരു സുഖകരമായിട്ട് തോന്നുമ്പോഴാണത് നമ്മുടെ മനസ്സിലേക്ക് ചെല്ലത്തുള്ളൂ. കൺമതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ വിളക്കൊരു സാമാന്യം നല്ലൊരു വിളക്കാകുമ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നയനാനുഭവം ഉണ്ടാകും. അതിനുശേഷം മനസ്സിലേക്ക് ആ കാര്യം പോകത്തുള്ളൂ. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ആ കാര്യത്തിലേക്ക് നമ്മുടെ മൈൻഡ് പോകണമെന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പം വിളക്കൊരു നല്ല ഐശ്വര്യപ്രദമായിട്ട് അല്പം ഒരു സാമാന്യം പൊക്കമുള്ള ഒരു വിളക്കാണെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ ഈശ്വരാനുഗ്രഹം, നമ്മൾ ആ ചിന്ത പോകുന്നത്. എന്ന് കരുതിയപ്പോൾ ചെറിയ വിളക്ക് കത്തിക്കുന്നതിൽ തെറ്റുണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അതിൻ്റെ അത് യാതൊരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് കുറച്ചുകൂടി നല്ലത് അല്പം പൊക്കമുള്ളൊരു വിളക്കൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കാരണം നിങ്ങൾ ചില ഈ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ നോക്കിക്കോണം, നല്ല പൊക്കമുള്ള വിളക്കായിരിക്കും വെക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ കയറി ചെല്ലുന്നവർക്കൊരു ഒരു മനസ്സിനൊരു സുഖമാണ്. കയറി ചെല്ലുന്ന വാതിൽ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ പിന്നെ അവർക്കൊരു കൊച്ചു വിളക്ക് മേടിച്ച് വെക്കാൻ വയ്യായിരുന്നു. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? കാരണം അവർക്ക് അതിൻ്റെ ഗുണമുണ്ട്. അത് കയറി ചെല്ലുന്നവന് തന്നെ ഒരു പ്ലസൻറ്റ് മൈൻഡായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും പൊക്കമുള്ള വിളക്ക് വീട്ടിൽ വെക്കണമെന്നല്ല പറഞ്ഞത്. സാമാന്യം, തീരെ ചെറിയ വിളക്കല്ല, സാമാന്യം പൊക്കമുള്ള ഒരു കൺമതിക്ക് നല്ലൊരു ഐശ്വര്യം തോന്നുന്ന വിളക്ക് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചെയ്യുമ്പോൾ തന്നെ അതിനൊരു സുഖമുണ്ട്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നവരെല്ലാം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും. നിങ്ങൾ അവിടെ ഇവിടെയെല്ലാം ഓടി നടന്ന് അല്ലെ അതും ഇതും എല്ലാം ചെയ്ത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാം നല്ലത് തന്നെ. പക്ഷേ ആവശ്യമുള്ള കാര്യം കൂടെ അറിയണം. അതറിയുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇനിയും ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈയിടെ ഒരാളെനിക്ക് കഴിഞ്ഞ ദിവസം വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്തു. ഈ പാസ്വേഡ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചില പ്രത്യേക രീതിയിൽ
കമ്പ്യൂട്ടറെ മൊബൈലൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പാസ്വേഡ് അങ്ങനെ മൊബൈലിൽ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറിൻ്റെ ഏതായിട്ട് സെറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ രീതി പാസ്വേഡ് ഇഷ്ടമുള്ള സംഖ്യ സെറ്റ് ചെയ്യാം, അതിനൊരു മെത്തേഡുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിന് കുറേ ഗുണങ്ങളുണ്ടായി, പൈസ വന്നെന്നും ഒക്കെ പറഞ്ഞു. അത് എന്നോട് പറഞ്ഞു, സാറേ വീഡിയോ ചെയ്യുമ്പം സാറേ ഈ കാര്യം കൂടെ, ഈ പാസ്വേഡിൻ്റെ രഹസ്യം കൂടെ ഒന്ന് പറയണം എന്ന് പറഞ്ഞു. കാരണം പലർക്കും ഒന്നും അറിയത്തില്ല, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ല പല കാര്യങ്ങളും. ഇത് ആളുകളൊന്ന് അറിയട്ടെ, സാറ് വീഡിയോ ചെയ്യുമ്പം പുള്ളിയുടെ അനുഭവം ഒന്ന് വീഡിയോയ്ക്കകത്ത് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പാസ്വേഡ് അദ്ദേഹം ഞാനൊരു പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തു. അദ്ദേഹത്തിന് അതിൻ്റെ ഗുണങ്ങളുണ്ടായി, സാമ്പത്തികമൊക്കെ കുറേ വന്ന് വേറെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഉയർച്ചയ്ക്കുള്ള അദ്ദേഹത്തിന് ജോലി സംബന്ധമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി, സാമ്പത്തികം വന്നു. അത് പുള്ളി ഒരു അത്ഭുതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നത് കുറച്ച് മുമ്പ് വരെ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ അത് സംഭവിക്കുകയാണ്. പക്ഷേ പാസ്വേഡ് മാറിയ ഉടനെ അത് സംഭവിച്ചപ്പം അത് പുള്ളിക്കത് ഒരു വലിയൊരു അനുഭവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് പറഞ്ഞ് വീഡിയോയ്ക്ക് സാർ ആ കാര്യം കൂടെ ഒന്ന് ഷെയർ ചെയ്യണോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പാസ്വേഡിനകത്ത് കാര്യമുണ്ട്, സംഖ്യകൾക്കകത്ത് കാര്യമുണ്ട്. ഇപ്പം നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഡാറ്റകളുണ്ട്. നിങ്ങളുടെ നല്ല രീതിയിൽ അല്ല നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് അനുസരിച്ചൊരു പാസ്വേഡ് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു മെത്തേഡാണ്, ഓരോ മെത്തേഡുണ്ട്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല. ചിലപ്പോൾ ഈ ഡാറ്റ എല്ലാം ചിലപ്പം കമ്പ്യൂട്ടറിന് പ്രശ്നം ഉണ്ടാകാറുണ്ട്, വലിയ പ്രശ്നങ്ങൾ ബാധിക്കത്തില്ല. ഞാൻ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പാസ്വേഡ് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ പാസ്വേഡ് ഉപയോഗിച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ സംഖ്യ ജനിച്ച തീയതിയാണ് അതിനെ ബേസ് ചെയ്യുന്നത്. അതൊരു വണ്ടി എടുക്കുന്നു, ആ ജനിച്ച തീയതി അതിനെ ബേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങുന്നു, ആ ജനിച്ച തീയതി ബേസ് ചെയ്ത്. ഐശ്വര്യമാണ് ഈയിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു തിരുമേനിയാണ് അദ്ദേഹത്തിനൊരു ബൈക്ക് എടുക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ജ്യോതിഷന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചു, അത് ഒരു പക്ഷേ എന്തെങ്കിലും അദ്ദേഹത്തിന് അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്നോട് ചോദിച്ചു, പ്രതീക്ഷ എനിക്കൊരു ഒരു ഡേറ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്, നല്ല സ്വാർത്ഥികനാണ്, നല്ല മനുഷ്യനാണ്. അപ്പോൾ ഞാൻ സമയമില്ലാഞ്ഞിട്ട് കൂടി പുള്ളിക്ക് ഞാൻ ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചു, ജനിച്ച് അദ്ദേഹം ഡേറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടിയുടെ നമ്പർ ഞാൻ ഈ പറയുന്ന സംഖ്യയാണോ നാലക്കം കൂട്ടുമ്പോൾ കിട്ടുന്നതെന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ വണ്ടിയുടെ നമ്പറൊന്നും എനിക്കറിയത്തില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞ് സമ്മതിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ആ നമ്പറായിരുന്നു. അതൊരു സാധ്യതയാണ്, നിർബന്ധമൊന്നുമില്ല. 90 അല്ലെങ്കിൽ 70% സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. 30% അല്ലെങ്കിൽ ചിലപ്പോൾ അതാണോ നിർബന്ധമില്ല. ഞാനൊരു സാധ്യത ഇതാണോ എന്നാണ് ചോദിച്ചത്. കാരണം ഒരു സാധ്യത തോന്നി, അതുകൊണ്ട് ചോദിച്ചിട്ടുള്ളൂ. ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി തോന്നി, ഒരു സാധ്യത ഇതാണെന്ന് പറയും. കാരണം അതായിരിക്കാൻ സാധ്യത കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. കാരണം അതിൻ്റേതായ നിയമങ്ങളുണ്ടല്ലോ. നമ്മളെ സ്ഥിരം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉയർത്തിരിഞ്ഞ് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ അടിസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച എടുത്താൽ മതി എന്ന് പറഞ്ഞു. ശനിയാഴ്ച എടുത്താൽ മതി, സംഖ്യാജ്യോതിഷം വെച്ചാൽ മതി. ശനിയാഴ്ച എടുത്താൽ മതി. അവിടെ നക്ഷത്രം തിഥി ഒന്നും നോക്കണ്ട. സംഖ്യാജ്യോതിഷം വരുമ്പം ആ ഡേറ്റ് നോക്കിയാൽ മതി. അല്ലെ പിന്നെ നക്ഷത്രം തിഥി നോക്കി അങ്ങനെ എടുക്കാം. അപ്പം ആ ഡേറ്റിന് പ്രസക്തമല്ല. നാളെ വെച്ച് കൊടുക്കാം, അല്ലാതെ എടുക്കാം. പുള്ളി എന്നോട് ജ്യോതിഷം വെച്ച് ഞാൻ പുള്ളിയോട് പറഞ്ഞത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, ജ്യോതിഷം വെച്ച് എടുത്തോളാൻ പറഞ്ഞു. ശനിയാഴ്ച എടുത്തു. അപ്പോൾ പുള്ളിയോട് പലരും പറഞ്ഞു ശനിയാഴ്ച വണ്ടി എടുക്കുന്നു. അപ്പോൾ പുള്ളിയുടെ ശനിസാധീനമുള്ള വ്യക്തിയാണ്, ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ല സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചത്, പുള്ളി എന്നോട് പറഞ്ഞു പ്രതീക്ഷ അത് ഏറ്റവും നല്ല ഐശ്വര്യമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു വെച്ചതുപോലല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതം മാറാത്തത്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഞാൻ പുള്ളിക്ക് അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തു. ഇന്ന കാര്യം കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ശനിശാലീനമുള്ള വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾക്ക് ശനിയാഴ്ചയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെ ഒന്നും ആ വണ്ടി ചതിച്ചിട്ടില്ല. ഒരനുഭവമല്ല, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഇപ്പോഴേ ഉള്ളൂ സമയമില്ലാത്ത ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെ ഒന്നും ആ വണ്ടി ചതിച്ചിട്ടില്ല, ചതിക്കത്തില്ല, എനിക്കറിയാം, അത് കൃത്യമാണ്.
അപ്പം അതാണ് അതിൻ്റെ കാര്യം. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇനിയും ഇപ്പം ശിവലിംഗത്തെക്കുറിച്ച് ഒരുപാട് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ശിവലിംഗത്തെക്കുറിച്ച് പറയുമ്പം ശിവൻ അങ്ങനെയാണ്, അല്ലെ പുരാണങ്ങളെ അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ശരിക്കും ശിവലിംഗം അല്ലാതെ അതിൻ്റെ അത് പറഞ്ഞു വരുമ്പോൾ അതിനൊരു രഹസ്യം കറക്റ്റ് കാര്യത്തിലേക്കല്ല വരുന്നത്. ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ശിവനിൽ നിന്ന് കിട്ടിയ ജ്ഞാനവും ആ ഒരു അനുഗ്രഹമാണ് പറഞ്ഞു തന്നത്. ശിവലിംഗത്തിൻ്റെ എൻ്റെ അറിവാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അത് ശരിയോ തെറ്റോ ആകാം, ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. ശിവലിംഗത്തെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജത്തിൻ്റെ സഞ്ചാരമാണ്. ഊർധ്വഗതിയിലുള്ള ഊർജത്തിൻ്റെ സഞ്ചാരമാണ് ആ ശിവലിംഗം കൊണ്ടുള്ള സൂചിപ്പിക്കുന്നത്. ശിവലിംഗത്തെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബോധത്തിൽ ആ ഊർജത്തിൻ്റെ സഞ്ചാരമാണ് ഉണ്ടായി വരേണ്ടത്. അപ്പോഴാണ് ശിവലിംഗത്തിൻ്റെ ആ അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അത് ഞാൻ ഒന്നുകൂടെ വിശദമാക്കി തരാം. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും അധികം ആളുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പുതിയ വീഡിയോകളിൽ പറയുമ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം കുറേ ആളുകൾ കൂടെ അറിയാൻ പറ്റുമല്ലോ. ശരിയായിട്ടൊരു സത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കുമ്പോഴേ അതുകൊണ്ട് ഗുണമാകത്തുള്ളൂ. അല്ലാതെ കുറേ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ കുറേ സത്യമുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേ അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരത്തുള്ളൂ. ഇത് കണ്ടോ, നിങ്ങളുടെ ഭ്രൂമധ്യത്തിൽ ഇനിയിപ്പോൾ ഭ്രൂമധ്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന അകത്താണ്, 4 കൂടുന്ന ജംഗ്ഷൻ, അതിലാണ് ഭ്രൂമധ്യം ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ ചിന്തിക്കുക, നെറ്റിൽ ചിന്തിച്ചാൽ മതി. ഭ്രൂമധ്യത്തിൽ ചിന്തിച്ചുകൊണ്ട് ഷി എന്ന അക്ഷരം മുകളിലോട്ട് ഷി എന്നും ഉച്ചരിക്കുമ്പോൾ, അത് വാഗൊണ്ട് ഉച്ചരിച്ചാലും മനസ്സുകൊണ്ട് ഉച്ചരിച്ചാലും മുകളിലോട്ടാണ് ഊർജം സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? മുകളിലോട്ടാണ് ഷി എന്ന് ഉച്ചരിക്കുമ്പോൾ. ഭ്രൂമധ്യത്തിൽ മനസ്സ് ശ്രദ്ധിച്ച് ഷി എന്ന് ഉച്ചരിച്ചാൽ മുകളിലേക്ക് ഊർജം സഞ്ചരിക്കും, സഹസ്രാരത്തിലേക്ക് ഊർജം സഞ്ചരിക്കും. അത് സഞ്ചരിക്കുന്നത് ഏകദേശം ഈ ഒരു ആകൃതിയിലായിരിക്കും. കണ്ടല്ലോ, ഈ ഒരു ആകൃതി മുകളിലേക്ക് ഊർജം സഞ്ചരിക്കും. ഇനിയും വാ എന്ന് ശിവയിലെ ഷി നമ്മൾ ഉച്ചരിച്ചു, അപ്പോൾ ഊർജം മുകളിലോട്ട് സഞ്ചരിച്ചു. ഇനി വാ എന്ന് ഉച്ചരിക്കുമ്പോൾ ഊർജം സൈഡിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത് ഭ്രൂമധ്യമാണെങ്കിൽ ഒന്ന് മുകളിലോട്ട് ഷി എന്ന് പറയുമ്പോൾ ഊർജം സഞ്ചരിച്ചു. പിന്നെ വാ എന്ന് ഉച്ചരിക്കുമ്പോൾ സൈഡിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ ഭ്രൂമധ്യത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കൂടസ്ഥ എന്ന അതിരഹസ്യമായ ഒരു സ്ഥലമുണ്ട്. കൂടസ്ഥ, അവിടെ ആ ഒരു ചൈതന്യത്തിൻ്റെ ഒരു സഞ്ചാരം ഉണ്ടായിക്കഴിയുമ്പോൾ ശിവനെ അറിയും, നിങ്ങളെ അറിയും. അതിനപ്പുറത്തൊരു അറിവില്ല, അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല, അതിനപ്പുറത്തൊരു വിദ്യയില്ല. പ്രാണൻ്റെ സഞ്ചാരത്തിൻ്റെ ഏറ്റവും രഹസ്യമായൊരു ഭാഗമാണ്. അതാണ് ശിവ. അത് ശിവലിംഗ ആകൃതിയിലാണ് വരുന്നത്. ആ ശബ്ദം ഉച്ചരിക്കുമ്പോൾ വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ഈ രീതിയിലാണ് ഊർജ്ജം സഞ്ചരിക്കുന്നത്. മുകളിലോട്ട് സഞ്ചരിച്ചിട്ട് സൈഡിലോട്ട് സഞ്ചരിക്കുന്നു. അതാണ് അതിൻ്റെ രഹസ്യം. അതിനുള്ള പുരാണങ്ങളും അല്ലെങ്കിൽ ലോകം ഉണ്ടാകുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ അതാകുമോ? അതെല്ലാം പറഞ്ഞാൽ ഇതാകുമോ? ഒരിക്കലും ആകത്തില്ല. ഇതാകണമെങ്കിൽ ഇതറിയണം, ഇത് അനുഭവിക്കാൻ പറ്റും. ഇത് അനുഭവിക്കുന്ന ആളാണ് ഞാൻ. ശിവൻ തന്നെ നിങ്ങൾക്ക് തരുന്ന പോലെ വിചാരിച്ചാൽ മതി. കാരണം എൻ്റെ അകവും പുറവും എല്ലാം ആ ശിവമന്ത്രമാണ് എപ്പോഴും ഞാൻ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ശ്വാസത്തിലും. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇതറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവൻ്റെ അനുഗ്രഹമുള്ളവരാണ്. ഇതറിയുന്നതിന് പകരം നിങ്ങൾ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും, എത്ര തപസ് ചെയ്താലും, എത്ര ഗുരുക്കന്മാരെ പുറകെ നടന്നാലും, എത്ര കാര്യങ്ങൾ ചെയ്താലും ഇതറിയുന്നതിന് പകരമാകത്തില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജത്തിൻ്റെ സഞ്ചാരം ആ ശിവ എന്ന് ഉച്ചരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു, അത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്, അത് ആ ഊർജത്തിൻ്റെ സഞ്ചാരം അറിയാതെ. ഇപ്പം ഇതാണ് ശിവലിംഗം കാണുമ്പോൾ അല്ലേ ഇത് ഓർത്തണം. അതിനുവേണ്ടിയാണ് ഈ ശിവലിംഗാകൃതിയിൽ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളിലേക്ക് ആ ബോധം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആ ആകൃതി ശിവലിംഗത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ശിവലിംഗത്തിലേക്ക് അപാരമായ ഊർജം വരാനുള്ള രഹസ്യവും ഇത് തന്നെയാണ്. ഊർജത്തിൻ്റെ സഞ്ചാരം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിവലിംഗത്തിന് അപാരമായ ശക്തിയാണ്. അപ്പം ഇതെൻ്റെ അറിവാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം, അല്ലെ തള്ളിക്കളയാം. അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്, ഞാൻ അനുഭവിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഞാനതിൽ ലയിച്ചിരിക്കാറുമുണ്ട്. അതിൽ ലയിച്ചിരിക്കുക. ലയം എന്ന് വെച്ചാൽ എന്താണ്?
ഒന്നാമത്തെ കാര്യം, നമ്മൾ നല്ല കാര്യങ്ങളെ പിന്തുടരണം. ഇപ്പം നിങ്ങളെക്കാട്ടിലും ബോധമില്ലാത്ത ഒരാൾ, നിങ്ങളെക്കാട്ടിലും കഷ്ടകാലത്ത് കഴിയുന്ന ഒരാൾ നിങ്ങൾ ഗുരുനാഥ ഗുരുനാഥ എന്ന് പുറകെ നടന്നാൽ എങ്ങനെ ഇരിക്കും? അതിപ്പോൾ ആരും ആയിക്കോട്ടെ, പൊതുവായിട്ട് പറയാം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ചൈതന്യത്തെ ഉണർത്താൻ ശക്തിയുള്ള അല്ലെ അതുപോലുള്ള കാര്യങ്ങളെ തേടിപ്പോയാലേ ജീവിതം രക്ഷപ്പെടുത്തുള്ളൂ. അല്ലെ ഈ ജന്മം വേസ്റ്റായി പോകും. നമ്മൾ ജീവിതം മുഴുവൻ സഞ്ചരിക്കുന്ന തെറ്റായ വഴിയിലാണെങ്കിൽ ശരിയായ ഒരു കാര്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ തെറ്റായ ഒരു ലക്ഷ്യത്തിലൂടെ സഞ്ചരിച്ച് ശരിയായ ഡെസ്റ്റിനേഷൻ എത്തുമെന്ന് പറയാൻ പറ്റുമോ? ശരിയായ രീതി സഞ്ചരിച്ചാലേ ശരിയായിട്ട് എത്തത്തുള്ളൂ. നല്ല കാര്യങ്ങൾ, പിന്നെ നല്ല ഗുരുനാഥന്മാരും ഉണ്ട്, ഒരുപാടുണ്ട്. 90% ആളുകൾ നല്ല ആളുകൾ തന്നെയാണ്. അവർ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ നല്ലത് തന്നെയാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശരിയായ വഴി തിരഞ്ഞെടുക്കണം. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു തന്നത് എന്താണ്? ശിവൻ നിങ്ങളുടെ ഉള്ളിലെ ഊർജമാണ്. ഊർധ്വഗതിയിലുള്ള ആ ആജ്ഞയിൽ അനുഭവപ്പെടുന്ന ഊർജത്തിൻ്റെ പ്രവാഹമാണ് ശിവൻ. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജമാണ് ഈ ശിവൻ. ഊർജത്തിലേക്കാണ് പോയത്. സൂക്ഷ്മമായ ഊർജമാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിൻ്റെ അടിസ്ഥാന ഊർജമാണ്. ഊർജത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. നൈദർ ക്രിയേറ്റ് നോർ ഡിസ്ട്രോയ്. ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അപ്പം നിങ്ങളുടെ ഉള്ളിൽ, ഓരോരുത്തരുടെ ഉള്ളിൽ ആ ചൈതന്യമുണ്ട്, ഊർജമുണ്ട്, ശിവനുണ്ട്. ആ ശിവൻ ആരോടും പക്ഷാപാതമില്ല. ഊർജത്തിന് ആരോടാ പക്ഷാപാതം? ആരോടും പക്ഷാപാതമില്ല. അതുകൊണ്ടാണ് ശിവൻ ആരോടും പക്ഷാപാതമില്ലെന്ന് പറയുന്നത്. ശിവൻ ശുദ്ധനാണ്, ശുദ്ധബോധമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ ഊർജം അത് ശുദ്ധബോധമാണ്. അതിന് പുണ്യവും പാപവും ഒന്നുമില്ല ആ ശുദ്ധമായ ഊർജത്തിന്. അതുകൊണ്ടാണ് ശിവന് പുണ്യം പാപവും ഇല്ലെന്ന് പറയുന്നത്. ശിവൻ ഭോലേനാഥനാണെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഭഗവാൻ പെട്ടെന്ന് സാധിച്ചു വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ആഗ്രഹിക്കുന്ന മാത്രമേ സംഭവിക്കും, പെട്ടെന്ന് സംഭവിക്കും. അതുതന്നെയാണ് ആ ഊർജം ശിവനായതുകൊണ്ടാണ്. ആ ഊർജത്തിൽ ലയിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നടക്കുന്നതാണ്. ശിവനോട് പറഞ്ഞ പെട്ടെന്ന് കാര്യം ഭോലേനാഥനാണെന്ന് പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ ഒരു വശമാണ്. അപ്പം ശിവഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണത ഉണ്ടാകുന്നത്. പിന്നെ ക്ഷേത്രത്തിലെ ശിവലിംഗം, അതിനും പരമമായ ശക്തിയുണ്ട്. അതറിയുന്നതോടൊപ്പം നിങ്ങൾ ഉള്ളിൽ കൂടെ ഭഗവാനെ അറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത്. അപ്പോഴാണ് ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ ജന്മത്തിനൊരർത്ഥം ഉണ്ടാകുന്നത്. ഭഗവാനെ നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഈ ജീവിതത്തിലെ നിയോഗം. ഞാനത് പരമാവധി ഭംഗിയായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അത് എല്ലാവരിലോട്ടും എത്തട്ടെ എന്ന് ആ ശിവനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം സത്യസന്ധമായ സനാതനമായ, സനാതനം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സനാതനം എന്ന് വെച്ചാൽ നമുക്ക് എന്നും നിലനിൽക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഊർജം എന്നും നിലനിൽക്കുന്നതാണ്. സനാതനമായ സത്യസന്ധ ഈ ഊർജത്തെക്കുറിച്ച്, ഈ ശിവനെക്കുറിച്ചാണ് ഋഷീശ്വരന്മാരും എല്ലാം നിങ്ങൾ നമശിവായ ജപിക്കണം. ശിവശിവ എങ്കിലർ തീവിണയാളർ തിരുമൂലർ പറഞ്ഞിട്ടുണ്ട്, മഹാസിദ്ധൻ. ശിവശിവ എന്ന രണ്ടക്ഷരം കേട്ടല്ലോ. ശിവശിവ എങ്കിലർ തീവിണയാളർ. ശിവശിവ എന്ന് ഉച്ചരിച്ചാൽ പോലും തീവിണയാളർ, തീ എന്ന് വെച്ചാൽ പാവം, നിങ്ങളുടെ എല്ലാ മുൻജന്മ പാപങ്ങളും തീരും. ശിവശിവ എന്റിട തീവിണയുമാലും, ഈ ജന്മത്തിലുള്ള പാപവും തീരും. ശിവശിവ എന്റിട തേവരുമാവൻ. ശിവശിവ എന്ന് ജപിച്ചാൽ ഈശ്വരനാകും, ശിവൻ തന്നെയാകും. അതെങ്ങനാ? ശിവശിവ എന്ന് ഇങ്ങനെ മനസ്സിലാക്കി ജപിക്കുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? ശിവശിവ എന്ന ശിവഗതി താന്, മറുപിറവിയില്ലാത്ത ആ ഈശ്വരനിൽ ലയിക്കും. അതാണ് ഈ ശിവ 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 ശിവ. മനസ്സിലായോ? ശിവ ഈ ഊർജത്തിൻ്റെ സഞ്ചാരമാണ്. ഇതുപോലെ ആരും ഒരിടത്തും ആരും കാരണം പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ആ തിരുമൂലരുടെയും ശിവഭഗവാന്റെയും ഒക്കെ ഒരു ജ്ഞാനം
ഉണ്ടെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല ഒന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഈ അയലൊക്കെ ഏരിയ വരാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള അറിവിൻ്റെ. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഭഗവാൻ അനുഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെയും ഞാൻ വന്ദിക്കുന്നു, ആ ശിവനെ വന്ദിക്കുന്ന പോലെ തന്നെ ഇത് അറിയുന്നവരെയും. കാരണം അവരൊക്കെ പുണ്യാത്മാക്കളാണ്, ശിവൻ്റെ അനുഗ്രഹമുള്ളവരാണ്. ശിവോഹം. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.